ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൂന്നാറൊന്നല്ലോ കേട്ടോ. നമ്മൾ ആലപ്പിയിലാണ്. ഇവിടെ പുന്നമടക്കായലിൻ്റെ ഫ്രണ്ടേജ് വരുന്നൊരു കിടിലൻ അടിപൊളി ആംബിയൻസ് ഉള്ളൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മെയിൻ ഗേറ്റ് കേട്ടോ. അതായത് ആലപ്പുഴ പുന്നമടക്കായലിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ പ്രോപ്പർട്ടിയുടെ പാർക്കിംഗ് ഏരിയ ആണ്. അതായത് ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ബെഡ്റൂംസാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്കൊരു 250 to 300 പാക്സിന് വരെ നമുക്ക് 300 വേറെ പരിപാടി വരെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നേരെ ഗേറ്റ് പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കോമൺ വാഷ്റൂമും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റൂംസിൻ്റെ സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഗ്രീനറി കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ ചൂടെന്ന് പറയണമെന്നില്ല കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അവിടെ കാണുന്ന കേട്ടോ കായൽ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ നേരെ വരുമ്പോൾ ഇവിടെ നമുക്ക് റൂം വരുന്നുണ്ട് കണ്ടോ. നമുക്ക് പക്ക ഒരു പ്രൈവസി, നല്ല കിട്ടിയൊരു ആംബിയൻസ്, ആ ഒരു ഫീല് നമുക്ക് കിട്ടി പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ തന്നെ. ഇത് നമുക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം ആട്ടോ. കാണിച്ചു തരാം. ഇതാണ് ഇവിടെ വരുന്ന ബെഡ്റൂം. ആക്ച്വലി ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു ലക്ഷറി എന്ന് പറയുന്നത് ഇവിടുത്തെ ബെഡ്റൂമൊന്നുമല്ല, ഇവിടുത്തെ ഔട്ട് സൈഡുള്ള ആംബിയൻസ് ആണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം കണ്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. അത്യാവശ്യം ഒരു മോശമില്ലാത്ത സൈസിലുള്ള ബെഡ്റൂം കേട്ടോ. ആക്ച്വലി ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ആക്ച്വലി റൂമിൽ ഇരിക്കത്തില്ല. കാരണം എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമുക്കൊരു വലിയൊരു പാർട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻസ്, ഈവൻ വെഡ്ഡിങ് തന്നെ ആയിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റായിരിക്കും. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും കിടിലൻ ആംബിയൻസ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ഹൗസ് ബോട്ട് കാര്യങ്ങൾ, കായൽ. അതായത് നമുക്ക് സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. നോക്കി ഈ അരണ്യത്തിനെ കണ്ടോ. നോക്കിയേ ഇവിടെ ഫുള്ള് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ടേ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് ആംബിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലൊക്കെ ഈ പ്രോപ്പർട്ടി ഒരേപോലെ സൂട്ടബിളാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഒരു ഹൗസ് ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നിർത്തിയിട്ടേക്കാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുന്നമടക്കായലിൻ്റെ വ്യൂ. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ കേട്ടോ. അതായത് നമുക്കിവിടെ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഫെസിലിറ്റി, കൂടാണ്ട് നമുക്ക് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവരിവിടെ ഒന്ന് പിക്കപ്പ് ചെയ്യും. കൂടാണ്ട് ഇതാണ്ടോ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ബോട്ടായി കേട്ടോ. നല്ല രസമുണ്ട്. ഫുൾ ഗ്രീനറി കാര്യങ്ങൾ. എന്ത് രസം നോക്കി കാണാനായിട്ട്. ഇത് ഫുള്ളൊരു ഗ്രീനറിയും കാര്യങ്ങളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഒരു കോട്ടേജിൻ്റെ സിറ്റൗട്ട് എന്നുള്ള വ്യൂ ആട്ടോ. ഇത് വേറെ എന്ത് വേണം, അടിപൊളിയല്ലേ. ഇതാണ് ഈ ഒരു പ്രൈവറ്റ് കോട്ടേജിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ കപ്പിളായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിടിലായിരിക്കും. ഇതത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറി അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു നോർമൽ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന എമൗണ്ടിന് വേർത്തായിരിക്കും ഈ പ്രോപ്പർട്ടി. കാരണം അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്പീഡ് ബോട്ടിങ് ചെയ്യണമെങ്കിലൊക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഒരു 4 ചെയറൊക്കെ ഇട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് സമയം പോകുമെന്ന് അറിയത്തില്ല. അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടത്. അതായത് കണ്ടോ, നമ്മളിവിടെ രാവിലെ ഇരുന്നൊരു കോഫി കുടിക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. എങ്ങനെ ഉണ്ടാവും, വേറെ എന്ത് വേണം. ഇതാണ് ഈ കോട്ടേജിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു കപ്പിളിന് 2 പേർക്ക് പ്ലസ് ഇപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ് ഇടുകയാണെങ്കിൽ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാം.
ഇത് വാഷ്റൂമായിരിക്കും പ്രതീക്ഷിക്കാം. അതെ, വാഷ്റൂമാണ്. ഇതാണ് അടുത്ത വാഷ്റൂം വരുന്നത്. വാട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിൻ്റെ പണിയിലാന്ന് അറിയത്തില്ല. ഓക്കെ, അതായത് നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് ഈ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഈ ഒരു കോട്ടേജിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബണ്ട് വേണമെന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങൾ, ഒരു വലിയ മിറർ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കോട്ടേജിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ട് ഏരിയ ആണ്. ഹലോ, അടിപൊളിയല്ലേ? അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യേണ്ടത് റൂമോ കാര്യങ്ങളോ നോക്കിയിട്ടല്ല, കംപ്ലീറ്റ് ഈ ഒരു ആംബിയൻസ് മാത്രം നോക്കിയിട്ടാണ്. കാരണം ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ റൂമിൽ കയറത്തുണ്ടാവില്ല. മേ ബി നമ്മൾ കിടന്നുറങ്ങാൻ മാത്രമായിരിക്കും റൂമിൽ കയറുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. എന്ത് രസം നോക്കി, അവിടെ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈവസി ഉള്ള ഏരിയയാണ്. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊരു 10-20 പേരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ. ഇത് കണ്ടോ, ആ ഹൗസ് ബോട്ട് വരുന്ന നോക്കി, ഇവിടെ ഒരെണ്ണം നിർത്തിയിട്ടുണ്ട്. അടിപൊളി പ്രോപ്പർട്ടി, നല്ല കിഡിലൻ ആംബിയൻസ് ഉള്ളൊരു പ്രോപ്പർട്ടി കേട്ടോ. അത് അടിപൊളി എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും ഈ പ്രോപ്പർട്ടിനെ പറ്റി പറയാനില്ല. കാരണം ഇവിടുത്തെ റൂംസൊന്നും പ്രീമിയം റൂംസാണെന്നും ഞാൻ പറയത്തില്ല. ഒരു ബഡ്ജറ്റ് ലെവൽ റൂംസാണ്, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഇതുണ്ടോ, ഇവന്മാരിവിടെ വന്നിട്ടുണ്ടത് ഇവിടെ നോക്കി നിൽക്കുക. അപ്പോൾ നിങ്ങൾ ആലപ്പുഴയിൽ വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കണ്ടിട്ട് സ്റ്റേ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് മനസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കേട്ടോ. അതായത് ഞാൻ പറയട്ടെ, ഇവിടുത്തെ റൂംസൊന്നും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പ്രീമിയം ക്ലാസ് റൂംസൊന്നും അല്ല. പക്ഷേ ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന ഒരു ആംബിയൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, അന്യായ വ്യൂ കണ്ടോ. ഇത് കണ്ടോ, ഓക്കെ, പുന്നമടക്കായൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടതാ ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുക. അടിപൊളിയല്ലേ? ഒരു ഡേ ഒക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാമ്പ് ഫെയർ പരിപാടി, ബാർബിക്യൂ, അടിപൊളിയായിരിക്കും. ഒന്നും മതി. ഈ ഒരു ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ വന്ന് പോകുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആലപ്പുഴത്തെ 1-2 നല്ല ബഡ്ജറ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.